സോ ഹലോ ഗൈസ്, എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഈ യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ ഒരു ഗെയിമിംഗ് ചാനലാണ്. സോ വെറൈറ്റി ഗെയിംസൊക്കെ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഗെയിമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ചാനലിൽ ഫുള്ളും വെറൈറ്റി ഗെയിംസ് ഫുള്ളും. സോ നിങ്ങൾക്ക് ലൈക്ക് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഗെയിംസൊക്കെ കാണണമെന്നൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ടിലാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ഈ ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ പോക്കിമോൻ ക്രിസ്റ്റൽ. ഈ ഗെയിം ഇതിൻ്റെ കുറേ വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ കളിക്കുന്നത് പോക്കിമോൻ ക്രിസ്റ്റലാണ്. സോ നമുക്ക് ഗെയിമിലോട്ട് പോകാം. അതിന് മുമ്പ് ഞാനൊന്ന് ഇത് റെഡിയാക്കിക്കോട്ടെ, സൗണ്ട് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. സെറ്റ്. സോ നമുക്കിനി നേരെ ഗെയിമിൻ്റെ ഇൻട്രോയിലേക്ക് പോകാം. സോ യെസ്, ഈ ഓപ്ഷൻസ് വേണ്ട. ഈ ടെക്സ്റ്റ് സ്പീഡ് ഒന്ന് ഫാസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. ബോയ്. സോ നമ്മൾ എണീറ്റിരിക്കുകയാണ്. രാവിലെ 10 മണിയൊന്നുമില്ല. സോ ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു രാത്രി 7 മണി സമയമായിട്ടുണ്ട്. സോ ഞാൻ നൈറ്റ് 7 ആക്കട്ടെ കേട്ടോ. 7 മണി എവിടെയാ സെറ്റ്. പിന്നെ 53 മിനിറ്റും. സോ 53 മിനിറ്റാണ് ഉള്ളത്. 52 സോറി, 52 52 കൂടി ഒന്ന് സെറ്റാക്കട്ടെ. അതിന് ശേഷം ഓക്കെ സെറ്റാക്കി 53 ഇട്ടാക്കാം. വെറുതെ ഇപ്പോൾ രാത്രിയാണ് സമയം. സോ ഇത് പ്രൊഫസർ ഓക്കെ. ഈ വേൾഡ് ഒരു ക്രീച്ചറായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പേര് പോക്കിമോൻ എന്നാണ്. ഇയാൾ ആ പോക്കിമോനെ കുറിച്ച് പഠിക്കുന്ന ആളാണ് എന്നാണ് ഇയാൾ പറയണത്. സോ നമ്മൊരു ചെക്കനാണ്. നമ്മുടെ പേര് അറിയാലോ, നമ്മുടെ പേരെന്നെ ഡ്യൂട്ട്. സെറ്റ് പേരാ സെറ്റ്. ആർ യു റെഡി എന്നൊക്കെ ചോദിക്കുന്നത്. സെറ്റ്. നമ്മൾ ഈ ഗെയിം ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിരിക്കും. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഇതാണ് സ്ഥലം. നമുക്ക് ഈ സ്റ്റെപ്പ് വഴി അടിയിലോട്ട് പറ്റും. ഓക്കെ, നമുക്കിനി അമ്മയുടെ അടുത്ത് സംസാരിക്കണം. ഡ്യൂട്ട്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നിനക്ക് പ്രൊഫസർ എലംത് ഇങ്ങനെന്തോ പറഞ്ഞൊരു പ്രൊഫസറുണ്ട്. നമുക്ക് അയാളെ പ്രൊഫസർ എന്ന് വിളിക്കാം. ആ പ്രൊഫസറിൻ്റെ വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു. പിന്നെ ഇപ്പോൾ എന്തോ ഡേറ്റല്ല ദിവസം ഏതാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ശനിയാഴ്ച ഇല്ല ഞായറാഴ്ചയാണോ എന്നോട്. ഇത് നമ്മുടെ അമ്മയുണ്ടോ പറഞ്ഞല്ലേ. ഇനി നമുക്ക് നേരെ ലാബിലേക്ക് പോകാം. മറ്റേ പ്രൊഫസറിൻ്റെ ലാബാണിത്. സോ എന്താ പറയണേ, ഇയാളെന്തോ പേപ്പറൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേണ്. ഇയാൾ നമ്മളോട് പോക്കിമോനൊക്കെ റേസ് ചെയ്യാൻ പറയുന്നുണ്ട്, വളർത്താൻ പറയുന്നുണ്ട്. സോ നമ്മൾ കണ്ടുപിടിക്കും പോക്കിമോനൊക്കെ. ഈസി ഗെയിം. ആൾക്കെന്താ മെയിൽ വന്നെന്നാണ് പറയണത്. അപ്പം നമ്മൾ കേൾക്കാൻ പറഞ്ഞു. അയാൾ മിസ്റ്റർ പോക്കി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ അടുത്ത് നിന്ന് നമ്മൾ എന്തോ ഇയാൾക്കൊണ്ടൊന്ന് കൊടുക്കണം. പിന്നെ അയാളത് ഇപ്പം പറഞ്ഞു ഗൈസ് നമുക്കിപ്പോൾ പോക്കിമോനെ ചൂസ് ചെയ്യാം. ഞാൻ ആയൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ചിക്കോറിറ്റ വേണ്ട ഗൈസ്. ചിക്കോറിറ്റ ഷോക്കും നല്ല ഷോക്കോ ചിക്കോറിറ്റ. ടോട്ടോഡൈൽ. നിങ്ങൾക്ക് വാട്ടർ ടൈപ്പിൽ ഏറ്റവും കൂടുതൽ എടുക്കാൻ ഒരു നല്ല പോക്കിമോൻ ഇതാണ്. നിങ്ങൾ വാട്ടർ പോക്കിമോനെ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. പക്ഷേ എനിക്ക് വാട്ടർ പോക്കിമോനല്ല ഇഷ്ടം, എനിക്ക് ഫയർ പോക്കിമോനെ. അതുകൊണ്ട് തന്നെ സെൻറ്റിക്യൂലിന് എടുക്കാൻ പോണേ. സെൻറ്റിക്യൂലിനെ കിട്ടി ഗൈസ്.
നിക് നെയിമൊന്നുമില്ല. അയാളടുത്ത് സംസാരിക്കണം. അയാളെന്തോ പറയുന്നുണ്ട്. ചെറിയ ഗ്രോ സിറ്റി എന്ന് പറഞ്ഞ പുതിയ സിറ്റിയിലോട്ട് നമ്മൾ പോകണം. അയാൾ നമുക്ക് ഫോൺ നമ്പറൊക്കെ തന്നു കേട്ടോ. പ്രൊഫസർ നമുക്ക് ഫോൺ നമ്പറൊക്കെ തന്നു. ഓക്കെ, നമ്മുടെ പോക്കിമോനൊക്കെ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഹീൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ഓ, അസിസ്റ്റന്റ്, ഈ പ്രൊഫസറിന്റെ അസിസ്റ്റന്റ് നമുക്ക് പോഷൻ തന്നു. പോഷൻ എന്തിനാ? ഹെൽത്ത് കൂട്ടാൻ. ഇയാള് പാവം കേട്ടോ, ഇയാള് നല്ല പാവം. ഇതെന്താ? So this is the famous Elms Pokélab. What are you staring at? എൻ്റെ അമ്മ, നമ്മളടിച്ചു തെറിപ്പിച്ചുവിട്ടല്ല അവൻ്റെ ഒരു ഇടുക്കില്ല. നമ്മ 13 വയസ്സോ 12 വയസ്സുള്ള ചെക്കനായിട്ട്. സോ നമ്മ ചെറിയുടെ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഈ വഴിയാ. ഈ വഴി പോയിട്ട് സോ ഇവിടെ കുറച്ച് പോക്കിമോനെ കിട്ടി. ഈ ഗ്രാസിലൊക്കെ പോക്കിമോൻ ഉണ്ടാവും കേട്ടോ. ഈ ഗ്രാസിൽ ഇവിടെ ചെറിയൊരു ചുമ വന്നു, സോറി ഗൈസ്. സോ ഈ ഗ്രാസിലുള്ള പോക്കിമോൻ ഏതൊക്കെയാന്ന് വെച്ചാൽ റാറ്ററ്റ് ഉണ്ട്, ഹൂത്ത് ഉണ്ട്, പിന്നെ സെന്റർ എന്ന് പറഞ്ഞൊരു പോക്കിമോൻ ഉണ്ട്, പിന്നെ നമ്മുടെ എന്താണ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞതില്ല, പിജി ഉണ്ട്. ഈ 4 പോക്കിമോനെ ഇവിടെ കിട്ടുന്നു. പിന്നെ നമ്മുടെ ഇവന്റെ പേരെന്താണ്, നമ്മുടെ ഇവനെയും കിട്ടും. പക്ഷെ അവന്റെ പേര് നമ്മുടെ ഒരു കല്ലിന്റെ കൈയൊക്കെ ഉള്ളതാണ്. അവനെയും നോക്കിയിട്ട് കിട്ടും. ഓ, ബാറ്ററിയോ ചട്ടി, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. സോ ഇനി ഇവനോട് സംസാരിച്ചു എന്തായാലും അവൻ രാവിലെ വെയിറ്റ് ചെയ്തേക്കണം, അവനെന്തോ പൊക്കിയോനെ കിട്ടും. സോ ഇവിടെയാണ് നമുക്ക് ആ സാധനം കിട്ടണമെന്ന് എനിക്ക് തോന്നാം. ഒന്ന് സംസാരിച്ചു നോക്കാം. യു ക്യാൻ ക്ലൈംബ്. ഓക്കെ, മനസ്സിലായി. നമുക്ക് ആ വടി പോലത്തെ സാധനമില്ലേ, മതിലേ, അതിന് ഇപ്പുറത്തോട്ട് ചാടാൻ പറ്റും, പക്ഷെ അപ്പുറത്തോട്ട് ചാടാൻ പറ്റില്ല. അവിടെ നമുക്ക് മറ്റേ ഇതിനെ കിട്ടും, ഓണക്സല്ലല്ലോ ഞാൻ പറഞ്ഞ ജിയോഡൂഡ്, അതിനെ കിട്ടും. സോ എനിക്കതിനാവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെ എടുക്കുന്നില്ല. സോ ഇത് റാറ്ററ്റ ഒരു ബിലോ ആവറേജ് ഒരു പോക്കിമോനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ടീമിൽ ആവശ്യമില്ല, സോ ഞാൻ അത് എടുക്കുന്നില്ല. ഇവനൊന്ന് കൊന്നോട്ടെ. നമുക്കിപ്പോൾ ടാക്കിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ഇവനെ കൊന്നിട്ട് ചെറിയുടെ സ്ഥലത്തോട്ട് പോകണം. സോ ചെക്കനെ കൊന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഒരു ലെവല് കൂട്ടിയേക്കാം. ഒരു ഇച്ചിരി എക്സ്പീരിയൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ 6ാമത്തെ ലെവലാവും. ഈ റാറ്ററ്റിനെ കൊന്നാൽ മതി, 6ാമത്തെ ലെവലാണ്. അവന് ഡാമേജും കൂടി തന്നില്ല. നമുക്ക് ഒരടിയും കൊടുത്താൽ റാറ്ററ്റെ കൊല്ലും, നമുക്ക് HP കിട്ടും. സോ നമ്മൾ റാറ്ററ്റിനെ കൊന്നിട്ടുണ്ട്. സോ യെസ് ഗൈസ്, 6ാമത്തെ ലെവലായിരിക്കുന്നു ഗൈസ്. എന്തോ സ്മോക്ക് സ്ക്രീൻ. ഓക്കെ, നമ്മൾ പുതിയ എന്തോ മൂവ് പഠിച്ചിരിക്കുന്നു ഗൈസ്, സ്മോക്ക് സ്ക്രീൻ. ഓക്കെ ഗൈസ്, നമ്മൾ ചെറിയ ഗ്രോസിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇതാരാ പുതിയ നമ്മുടെ HP കുറവ്. ഇതാണ് പോക്ക് സെൻറ്റർ. ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ ലോ ഹെൽത്തുള്ള പോക്കിമോൻസിനേക്കാൾ ഹെൽത്ത് കൂട്ടാൻ പറ്റും. ഹെൽത്ത് കൂട്ടാന്ന് വെച്ചാൽ പോക്ക് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ അടിയിലോട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇത് മാർക്കറ്റല്ലേ? മാർക്കറ്റ് പോക്കിബോളൊക്കെ വാങ്ങിയിട്ടുള്ള മാർക്കറ്റില് നോക്കട്ടെ. ആന്റിഡോട്ട് പോഷൻ പാരലൈസ് അവയ്ക്ക്. പോക്കിബോളില്ല ഗൈസ്, പോക്കിബോളില്ല ആ സ്ഥലത്ത്. പോക്കിബോളില്ല ഗൈസ്.
എന്തായാലും നമുക്ക് നേരെ പോകാം, വേറെ പരിപാടിയൊന്നുമില്ല. സോ നേരെ പോകാം. ഇതാരാ? ഹൂദ് ഹൂദ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഹൂദ് 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 ഹൂദ്. ഇതൊരു ഫ്ലൈയിങ് സൈക്കിക് പോക്കിമോൺ ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ആണ്, അതാണ്. പിന്നെ ഇതിൽ മെയിലും ഫീമെയിലും ഉണ്ട് പോക്കിമോൻസിന്. സോ നമുക്കിപ്പോൾ ബ്രീഡ് ചെയ്യാൻ പറ്റും പോക്കിമോൻസിനെ. നമ്മൾ ഡേ കെയർ എന്നൊരു സ്ഥലത്ത് കൊണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോക്കിമോനെ ബ്രീഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ കുഞ്ഞിനെ നമുക്ക് അതിൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫ്യൂഷനായിട്ടും വരാം, അല്ലെങ്കിൽ സെയിം ബ്രീഡ് ഏതെങ്കിലും ഒരു ബ്രീഡിൻ്റെ വരാം. നമുക്കെന്തോ ആൻറ്റിഡോട്ടൊക്കെ കിട്ടി. എൻ്റെ പൊന്നും, നമുക്ക് ഇനി ഈ വഴി പോയി നോക്കാം. ടാക്കിൾ. അവന്മാരവിടെ ബാറ്റിൽ ചെയ്തോണ്ടിരിക്കണേ, നമ്മളോട് ഇറങ്ങി പോടാന്ന് പറഞ്ഞു. ഇവൻ ബാറ്റിലേ ഇല്ല. ഓക്കെ, പോക്കിമോൻ മറ്റേ അയാളുടെ വീട് ഇതേ ഈ വഴി പോയാൽ മതി എന്ന് അവൻ പറഞ്ഞു. എൻ്റെ പൊന്നോ, ഈ കാട്ടിലോടെ ഒന്ന് കേറിയാൽ മതി, എപ്പോൾ പോക്കിമോൻ വരും. സോ ഇവനാണ് നമ്മുടെ ഈ സെൻറ്റിക്യൂരാണ് ആദ്യത്തെ നമ്മുടെ ടീംമേറ്റ്. സോ നമ്മൾ രണ്ടാമത്തെ ടീംമേറ്റ് അടുത്ത പാർട്ടി നമ്മൾ പിടിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഹൂദ് കേസ് ഇവൻ പിന്നെയും മുന്നെയാണോ. നമുക്ക് പിന്നെ എക്സ്പി കിട്ടോട്ടെ ഇവൻ കാരണം. എക്സ്പി ഒക്കെ നല്ലതാണ്. നമുക്ക് ഒരു അത്യാവശ്യം നല്ല പോലെ തന്നെ എക്സ്പി ഉണ്ടെങ്കിൽ, നമുക്ക് ലെവലുണ്ടെങ്കിൽ മനസ്സിലായി. എക്സ്പി കൊണ്ടാണ് ലെവലാണ്. ലെവലുണ്ടെങ്കിൽ നമുക്ക് ഏത് പോക്കിമോനെ നമ്മളിപ്പോൾ നമുക്കെതിരെ നമ്മുടെ വീക്ക്നെസ് ആയ പോക്കിമോനെ നമുക്ക് അടിച്ചിടാൻ പറ്റും. പക്ഷെ ലെവലുണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് ലെവല് മാറ്റേഴ്സ്. എന്തായാലും ഞാൻ ഈ ഹൂദിനൊന്ന് വന്നേക്കട്ടെ. സെറ്റ്. ഒരു പൊടിയും കൂടെ ഉണ്ടായെങ്കിൽ നമുക്ക് സെറ്റാക്കായിരുന്നു. സോ ഇതാണ് നമ്മുടെ ആ ചെക്കൻ്റെ വീട്. ഓക്കെ, ഇതാണ് കേസ്. അവൻ ചോദിച്ചു, ഇതെല്ലാം പറഞ്ഞു വിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നില്ല എന്നൊക്കെ ചോദിച്ചു. മിസ്റ്ററി എഗ് ഗൈസ്, മിസ്റ്ററി എഗ്. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എനിക്കറിയാൻ പോലെ, നമുക്ക് കണ്ടറിയാം. സോ ഇത് ഓക്കാണ് ഗൈസ്. പോക്കിമോൺ സീരീസ് കണ്ടവർക്കൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും പ്രൊഫസർ ഓക്കറിന്. അപ്പോൾ ഓക്ക് നമുക്ക് ട്രെയിൻ ചെയ്യിക്കോ? ട്രെയിൻ ചെയ്യിക്കും ഗൈസ്. നമുക്കെന്തോ തരാന്നൊക്കെ പറഞ്ഞു. എന്തോ പോക്കിഡെക്സിന്റെ പോക്കിഡെക്സ് തരാന്ന് പറയും. ഇത് പോക്കിഡെക്സ്, എൻ്റെ പൊന്നു ഹൈ ലെവൽ പോക്കിഡെക്സാ. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പോക്കിമോനെയൊക്കെ കാണാൻ പറ്റും. നമുക്ക് കണ്ട പോക്കിമോനൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അവൻ പോയി. ഞാൻ നിന്നെ കൗണ്ട് ചെയ്തോണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ അവൻ പോയി. ഗോൾഡൻ റോഡ് സിറ്റി എവിടെയാണ്? സോ അവൻ ഈ ഒരു കോൾ വന്നിട്ടുണ്ടല്ലോ. ഡിസാസ്റ്റർ പ്ലീസ് കം ബാക്ക്. എൻ്റെ പൊന്ന് ഗൈസ്, പ്രൊഫസറാണ് നമ്മൾ വിളിച്ചത്. എന്താ ഓക്കെ ഗൈസ് പറഞ്ഞാൽ പ്രൊഫസറാണ് നമ്മൾ വിളിച്ചത്. അവിടെ എന്തോ ഡിസാസ്റ്റർ നടന്നെന്നോ അങ്ങനെന്തോ. സോ ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് പറയാം. ഇതൊരു സ്റ്റോറി മോഡ് ഗെയിമാണ്, സ്റ്റോറി ലൈൻ ഗെയിമാണ്. നമുക്ക് പോക്കിമോൻസിനെ കളക്ട് ചെയ്ത് നമ്മൊരു വലിയ ആളാവണം, ഒരു ചാമ്പ്യൻ ആവണം. സോ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഇപ്പം തന്നെ നടത്തുന്നുണ്ട്. സോ എത്ര പേർക്ക് ഈ ഗെയിം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാൻ പല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം, ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും കമൻറ്റിൽ പറയാം. സോ എനിക്ക് മാറ്റണമെങ്കിൽ മാറ്റാമല്ലോ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞു. സോ ഞാൻ ഇതുപോലത്തെ വെറൈറ്റി ഗെയിംസ് ഞാൻ പിടിക്കുള്ളൂ.
എല്ലാവരും കളിക്കുന്ന ഗെയിംസൊക്കെ കളിക്കും. എന്നാലും ഇച്ചിരി വെറൈറ്റി പിടിച്ചിട്ട് ഞാൻ കളിക്കുള്ളൂ. ഇത് ഞാൻ മെയിനായിട്ട് ഇടാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അധികം പേരല്ല, മലയാളികൾ ഈ പൊക്കിമോൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ഗെയിം കളിക്കണത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഇടണമെന്ന് തോന്നി. സോ ഞാൻ നിങ്ങൾക്കൊരു ഇതായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇട്ടതാണ്. സോ പൊക്കിമോൻ ക്രിസ്റ്റൽ കളിക്കാൻ ആഗ്രഹമുള്ള മലയാളികൾ എൻ്റെ വീഡിയോ കണ്ട് കളിക്കണമെങ്കിൽ ഇച്ചിരി അടിപൊളിയായിരിക്കും. സോ നമ്മുടെ ഇവൻ 7ാമത്തെ ലെവലായിട്ടുണ്ട്. 8ാമത്തെ ലെവലാക്കിയ വല്ല പവറും കിട്ടിയല്ലേ, നോക്കാം ഗൈസ് പവർ കിട്ടുമോ. ഇവനായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാനുള്ളൂ. ഇവൻ ചട്ടിയ. ഇവൻ്റെ ബബിൾസ് ഉണ്ട്. ബബിൾസിന് ഭയങ്കര പവറാ. അവൻ വാട്ടർ പൊക്കിമോനാ. ഇത് ബെറിയല്ലേ? ഇവിടുന്ന് ബെറി കിട്ടൂലേ? യെസ്, ബെറി കിട്ടി. ഈ വീട്ടിലാരാ? ഒരു തടിയനാ. നമുക്ക് ബെറി ഭയങ്കര നൈസാണ്. അയാളെ നമുക്ക് ബെറി തന്നു. ശരി, തടിയെന്ന് കുറിച്ച് സോറി മച്ചു, സോറി. സോ ആരും ഇങ്ങനെ മലയാളത്തിലിടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിം കളിക്കാൻ കാര്യം, മനസ്സിലായോ? സോ ഈ ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ടോന്നൊക്കെ ഒന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ ഇടുന്നത്. സോ എൻ്റേതായ എന്താ എൻ്റെ ചില മിസ്റ്റേക്സൊക്കെ നിങ്ങൾ ഒന്ന് മറന്നേക്ക്. വേറെ ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. എൻ്റെ ഈ റെക്കോർഡിങ് സ്കിൽസോ എന്തെങ്കിലുമൊക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. സോ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ലെവല് കൂട്ടാൻ വേണ്ടി നോക്കുകയാണ്. ലെവല് കൂട്ടിയിട്ട് വേണം. ഇവനെ ഞാൻ ഫൈറ്റ് ചെയ്യില്ല. ഇവൻ വേണ്ട, ഇവനൊരിക്കലും വേണ്ട. സോ ഞാനിവിടെ ലെവലപ്പ് ചെയ്തിട്ട് ലെവൽ 8 ആകുമ്പോൾ ചിലപ്പോൾ പവറും കിട്ടുമെന്നൊക്കെ കിട്ടിയാൽ കൊള്ളാം. സോ ഞാനതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി സ്കിപ്പ് ചെയ്തിട്ട് ലെവൽ 8 ആണത് കാണിച്ചു തരാം. സോ ഫൈനലി നമ്മൾ ലെവൽ 8 ആയിട്ടുണ്ട് ഗൈസ്. ലെവൽ 8 ഇതിൽ പവർ കിട്ടുമോ? ഇല്ല, പവറൊന്നുമില്ല. നമ്മുടെ ചെക്കന് പോയിസൺ അടിച്ചിരിക്കണേ. ഞാനിപ്പോൾ പെട്ടെന്ന് ഹീലാവട്ടെ. ഹീലാവ്. ഓക്കെ ഹീലായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പ്രൊഫസറിൻ്റെ സ്ഥലത്തോട്ട് പോകണം. ഇതെന്താ? ഇത് മറ്റവനല്ലേ, ആ ലാബിൻ്റെ സൈഡിൽ കണ്ടേച്ചവൻ. അവനെന്താ ഇവിടെ? ഞാൻ ബാറ്റിലിനെ വിളിച്ചേക്കാം ഗൈസ്. അവൻ്റെ ഓട്ടോടയില്ല. ഇതെന്തൊക്കെയാണ്? അവൻ്റെ ഓട്ടോടയിലുണ്ട്. ഓട്ടോടയിലൊക്കെ പിടിക്കാൻ പറ്റുമല്ലേ? നമുക്ക് ടാക്കിൾ ചെയ്യാൻ എന്തായാലും. എൻ്റെ പൊന്നും മിസ്സായേക്കണത്. ടാക്കിളി സെറ്റ്. അത്യാവശ്യം ഡാമേജ് ഉണ്ട്. ഒരു 5 അടിക്ക് 4 അടിക്കാനും ചാവയ്ക്കും. ഓക്കെ, 2ാമത്തെ അടി കൊണ്ട്. ഇനി ഒരു 3 അടിയും കൂടി ഉണ്ടെങ്കിൽ ചാവും. 2 അടി കൂടി വേണ്ടി വരും. ചിലപ്പോൾ 6 അടി വേണമെങ്കിൽ ചിലപ്പോൾ ചാവും. ചിലപ്പോൾ 6 അടിയാവും ഗൈസ്. 1 അടി കൂടി കൊടുത്താൽ മതി ഗൈസ്. 1 അടിയും കൂടി മതി. കൊടു. യെസ്, നമ്മ അവനെ തോപ്പിച്ചു. എൻ്റെ പിന്നെ 70 XP, അത് കൊള്ളാല്ലേ. അത് അത്യാവശ്യം 300 കിട്ടി ഗൈസ്. അവൻ പേരൊന്നും പറയണല്ലോ കേട്ടോ. അവൻ വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പൊക്കോൺ ട്രെയിനറാണ്. സോ ഞാനൊന്ന് ഹീലായിട്ട്. അവനാരാ? അവനെന്തോ ചെയ്തെന്നാണ്. അവനാണെന്ന് തോന്നാനാ. അവനെന്തോ കാട്ടിയതുകൊണ്ടായിരിക്കണല്ലോ.
എന്തോ നടന്നിട്ടുണ്ട് എന്തായാലും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത് തന്നെ ഇറങ്ങുന്നതായിരിക്കും. സോ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഓക്കെ ബൈ.